എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക് കേരള. എൻ്റെ പേര് സതീഷ് കുമാർ. മാത്സ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഒരിക്കലും അല്ല. നമ്മൾ അതിൽ പരമ്പരാഗതമായിട്ടുള്ള പല രീതികളും നമ്മൾ അനുവർത്തിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഡിഫിക്കൽട്ടായി മാറുന്നത്. പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ട്രിക്സ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിഫിക്കൽട്ടായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ട്രിക്ക് സെഷൻ ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആണ്. നമുക്ക് 5ന്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഒട്ടും നമുക്ക് നേരം വഹിക്കേണ്ട, നമ്മുടെ സെഷനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത് 5 വെച്ച് അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ളതാണ്. ഇന്ന് നമ്മൾ 3 ട്രിക്സ് ആണ് പഠിക്കാൻ പോണേ. അതിൽ ഫസ്റ്റ് ട്രിക്കാണ് 5 വെച്ച് അവസാനിക്കുന്ന ഒരു രണ്ടക്ക നമ്പറിന്റെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഈസി ആയിട്ട് കാണാമെന്നുള്ളത്. രണ്ടക്ക നമ്പർ മാത്രമല്ല, ഒരു 3 അക്ക നമ്പറും ഈസി ആയിട്ട് കാണാം. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 15 ഇൻറ്റു 15 എന്ന് പറയുന്നു. നമ്മൾ 15 ഇൻറ്റു 15 ഓക്കെ, ഒരു രണ്ടക്ക നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് 5 വരണം എന്നുള്ളതാണ്. അഥവാ 5 വെച്ച് അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കാണാം എന്നുള്ള ട്രിക്കാണെന്ന് പഠിക്കുന്നത്. നമ്മൾ നോക്കിക്കോ. നമുക്കറിയാം ഇവിടെ 10ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ? ആ 1നെ നമ്മൾ എടുക്കുക. ഓക്കെ, ഈ 1 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാണ്? നമ്മുടെ എണ്ണൽ സംഖ്യകളിൽ 1 കഴിഞ്ഞാൽ വരുന്ന നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 1 ഇൻറ്റു 2 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ കൂടെ 25 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. 15 ഇൻറ്റു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 ആണ് വരുന്നത്. ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഇട്ട് തരാം. ആ പ്രോബ്ലംസിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്യാനായിട്ട് നോക്കാം. ഇതേപോലെ തന്നെ വരുന്ന ഒരു രണ്ടക്ക നമ്പർ നമുക്ക് എടുക്കാം. 5 വെച്ച് അവസാനിക്കുന്ന ഒരു നമ്പർ 35 ഇൻറ്റു 35 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ട്രിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 35 ഇൻറ്റു 35 3 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുക. അതായത് 10ന്റെ സ്ഥാനത്ത് വരുന്ന ഈ നമ്പർ എടുക്കുക. ഈ നമ്പറിനെ നമ്മൾ എണ്ണൽ സംഖ്യകളിൽ തൊട്ടടുത്ത സംഖ്യയായിട്ടുള്ള 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 വന്നു. ഈ 12ന്റെ കൂടെ നമ്മൾ എപ്പോഴും 25 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. 35 ഇൻറ്റു 35 എന്ന് പറയുന്നത് 1225 ആണ്. കുറച്ചും കൂടെ വലിയൊരു നമ്പർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? 55 ഇൻറ്റു 55 എത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നത്? 55 ഇൻറ്റു 55 വളരെ സിമ്പിൾ ആണ് അല്ലേ? ടെൻസ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ എടുക്കുക. നമ്മൾ ഇപ്പൊ 5 ആണ് പറഞ്ഞത്, ആ നമ്പർ എടുത്തു. ആ നമ്പറിനെ എണ്ണൽ സംഖ്യകളിൽ അതിനുശേഷം വരുന്ന നമ്പർ ഏതാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5 കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയിൽ വരുന്നത് 6 ആണ്. അപ്പൊ 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ് പറഞ്ഞത്. ആ 30യുടെ കൂടെ നമ്മൾ 25 ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. കുറച്ചും കൂടെ വലിയ നമ്പേഴ്സ് എടുക്കാം. 95 ഇൻറ്റു 95 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. 95 ഇൻറ്റു 95 എന്ന് പറയുമ്പോൾ 9 എടുക്കുക. നമ്മൾ 9 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാണ്? എണ്ണൽ സംഖ്യകളിൽ 10 ആണ് വരുന്നത് അല്ലേ? ആ 10 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 9 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 90 ആണ്. പിന്നെ നമ്മൾ 25 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 95 ഇൻറ്റു 95 എന്ന് പറഞ്ഞാൽ 9025 ആണ്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് രണ്ടക്ക നമ്പറും 3 അക്ക നമ്പറും വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു 3 അക്ക നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കും. 115 ഇൻറ്റു 115 എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസറിലേക്ക് വരിക? ഇവിടെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. 5 വെച്ച് 5 എന്നുള്ളതാണല്ലോ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ. ഈ ഒറ്റയുടെ സ്ഥാനത്തെ നമ്പറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബാക്കി നമ്പർ ഏതാ പറഞ്ഞേ? 11 ആണ് പറഞ്ഞത് അല്ലേ? ആ 11നെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുക. 11നെ മൊത്തമായിട്ട് എടുത്തു. 11 നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 11ന്റെ അടുത്ത നമ്പർ ആയിട്ടുള്ള 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 11 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരുന്നത്? നമുക്ക് 132 എന്ന് പറഞ്ഞ ആൻസർ വരും അല്ലേ? 11 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132 ആണ് വരുന്നത്. അതിന്റെ കൂടെ ഞാൻ ഒരു 25 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ആൻസർ കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ വലിയൊരു സംഖ്യ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി വേറൊരു നമ്പർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 205 ഇൻറ്റു 205 205 ഇൻറ്റു 205 ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? 20നെ എടുക്കുക. നമ്മൾ 20 എടുത്തു. 20നെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 20യുടെ നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 21 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 21 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 420 ആണെന്ന് അറിയാം. 420 എഴുതി അതിന്റെ കൂടെ 25 കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി. 42025 ആണ് നമ്മുടെ ആൻസർ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു നമ്പർ നമുക്ക് എടുത്താലോ? ഒരു 3 ഡിജിറ്റ് നമ്പർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ?
1005 ഇൻറ്റു 1005. ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഇതും സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. 5 ഒഴിച്ച് വരുന്ന ബാക്കി നമ്പേഴ്സ് നമ്മൾ മൊത്തമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ 100 നമ്മൾ എടുത്തു, 100 മൊത്തമായിട്ട് എടുത്തു. 100 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? 101 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 101 ഇൻറ്റു 00. 100 എന്ന് പറഞ്ഞാൽ 10100 ആണ് വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ 25 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫൈനൽ ആൻസർക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം 5 വെച്ച് അവസാനിക്കുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സും 3 ഡിജിറ്റ് നമ്പേഴ്സും 4 ഡിജിറ്റ് നമ്പേഴ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രിക്ക് പഠിക്കാം. നമുക്ക് ഈ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വെച്ച് അവസാനിക്കുന്ന 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. പക്ഷെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് 10 കൂടുതലാണ് അടുത്ത നമ്പർ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 25 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിനെ ഞാൻ 10 കൂടുതലായിട്ടുള്ള നമ്പർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. 25നെ ഞാൻ 10 കൂടുതലായിട്ടുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. 25നെ 35 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ട്രിക്ക് ഇത്രയാണ് വരുന്നത്. ഈ 2 എന്ന് പറയുന്ന സംഖ്യേനെ നമ്മൾ 3 കഴിഞ്ഞാൽ വരുന്ന സംഖ്യയായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 എന്ന് പറയുന്ന സംഖ്യേനെ 3ക്ക് ശേഷം വരുന്ന നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 2 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്. ഓക്കെ, 8ന്റെ കൂടെ നമ്മൾ 75 ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ 25 ആണ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ 75 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളത്. അപ്പൊ 25 into 35 എന്ന് പറയുന്നത് 875 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു നമ്പർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 55 into 65. 55 into 65. 10 ഡിഫറൻസ് വരുന്ന 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യണം. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യൂണിറ്റ് പ്ലേസിൽ 5 വരണമെന്ന് മാത്രം. അപ്പൊ എന്താണ് ആൻസർ വരിക? ഇതിന് ആൻസർ എന്ന് പറയുന്നത് 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 6 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 5 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ്. 35യുടെ കൂടെ നമ്മളൊരു 75 ആഡ് ചെയ്ത് കൊടുക്കുക. 35യുടെ കൂടെ 75 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. 55 into 65 എന്ന് പറയുന്നത് 3575 ആണ്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു നമ്പർ നോക്കാം. കുറച്ചും കൂടെ ഒരു വലിയ നമ്പർ നമുക്ക് എടുത്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും എടുത്ത് നോക്കാം അല്ലെ. നിങ്ങൾ നോക്കൂ, 85നെ നിങ്ങൾ 95 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. 85നെ 95 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ട്രിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്താ ചെയ്യേണ്ടത്? നമ്മൾ 8 എന്ന് പറയുന്ന നമ്പർ എടുക്കാം നമ്മൾ അല്ലേ. 8നെ ഏത് വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്? 9 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? 10 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 8 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. 80യുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? 75 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി എന്നുള്ളതാണ്. ഈ ട്രിക്ക് മനസ്സിലായത് വിചാരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ നമുക്ക് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒരു 3 ഡിജിറ്റ് നമ്പർ എടുക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പറിന് എടുക്കാൻ ഞാൻ 105 into 115 ഈ ഒരു നമ്പർ എടുക്കാന്ന് വിചാരിക്കും. ഓക്കെ, 105 into 115. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 5 കഴിച്ചിട്ടുള്ള ആ 10നെ 5 കഴിച്ചിട്ടുള്ള 11 നമ്മളോട് മാറ്റി നിർത്താം. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 10 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 11 കഴിഞ്ഞാൽ വരുന്ന നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 11 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എത്രയാണ്? 12 ആണ് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് വന്നു? 10 into 12 എന്ന് പറഞ്ഞാൽ 120 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? 75 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 105 into 115 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 2 ട്രിക്ക് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ വേറൊരു ട്രിക്കും കൂടെ, ഒരു മൂന്നാമത്തെ ട്രിക്കും കൂടെ പഠിക്കുകയാണ്. നോക്കിക്കോളൂ. മൾട്ടിപ്ലൈ എനി 2 നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5 വെൻ ഇറ്റ്സ് ഡിഫറൻസ് ഈസ് 20. ഓക്കെ, 20 ഡിഫറൻസ് ആയിട്ട് വരുന്ന 5 വെച്ച് അവസാനിക്കുന്ന 2 നമ്പേഴ്സിന്റെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സിമ്പിൾ ആണ്, നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇപ്പൊ 25 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. ഞാൻ 25 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് 45 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, 45 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അല്ല, 20ന്റെ ഡിഫറൻസോടെ വന്നു എന്നുള്ളതാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എടുക്കുക. 2 എടുക്കുക. 2 എടുത്തിട്ട് ഞാൻ ഈ 4 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാണ്? 4 കഴിഞ്ഞാൽ വരുന്ന നമ്പർ 5 ആണ് അല്ലെ. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് ആൻസർ കിട്ടും എനിക്ക്? 2 into 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 + 1 എന്ന് പറഞ്ഞാൽ 11 ആണ്. കിട്ടിയേ? ഈ 11ന്റെ കൂടെ ഞാൻ ഒരു 25 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ 25 into 45 എന്ന് പറയുന്നത് എത്രയാണ്? 1125 ആണ് വരുന്നത്. അപ്പൊ നേരത്തെ 10 ഡിഫറൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ 75 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 25 ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്.
ഈ ട്രിക്ക് പ്രകാരം നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 55 ഇൻറ്റു 75 എത്രയാണ് ആൻസർ വരുന്നത്? 55 ഇൻറ്റു 75. അപ്പൊ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് വന്നു? 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 ആണ് വരുന്നത്. ഈ 41ന്റെ കൂടെ നമ്മൾ ഒരു 25 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയെന്നുള്ളതാണ്. ക്ലിയർ ആണ് മക്കളെ? അങ്ങനെയാണെങ്കിൽ കുറച്ച് നമുക്ക് ഒരു വലിയൊരു നമ്പർ നോക്കിയാലോ? നോക്കാം. 75 ഇൻറ്റു 95 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 75 ഇൻറ്റു 95. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 7നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ 9 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 9 കഴിഞ്ഞാൽ വരുന്നത് 10 ആണ്. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആൻസർ വരുന്നത്? 70 പ്ലസ് 1 അഥവാ 71 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ആ 71ന്റെ കൂടെ ഞാൻ ഒരു 25 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടുള്ള 7125 നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 5 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ 3 ട്രിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഇതിന്റെ ആൻസർ ഒന്ന് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം. ഓക്കെ, നമ്മുടെ ആൻസർ നമ്മുടെ ചോദ്യം ഇതാണ്: 85 ഇൻറ്റു 105ന്റെ ആൻസർ എന്തായിരിക്കും? 85 ഇൻറ്റു 105 20 ഡിഫറൻസ് ആയിട്ട് വരുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ട്രിക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ട്രിക്സ് പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. മാത്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ മറ്റൊരു ട്രിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ.